നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഏകദേശം പ്രാക്ടിക്കൽസൊക്കെ മിക്കവാറും ഉള്ള കുട്ടികൾക്കൊക്കെ ഒതുങ്ങി തോന്നില്ലേ? ഒരുമാതിരി പ്രാക്ടിക്കൽസൊക്കെ എല്ലാ സ്കൂളിലും തോന്നി. ചില സ്കൂളിലൊക്കെ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കൽസ് ചെയ്യാനുണ്ട്. നിങ്ങൾ കമൻസ് ഇട്ടേക്കുക. മോഡൽ എക്സാം എത്തുകയാണ്. എല്ലാ വർഷവും മോഡൽ എക്സാം ഘനഗംഭീരമായിട്ട് നടക്കുന്നു. ഈ വർഷം ഇച്ചിരി ഒന്ന് നീണ്ടുപോയെന്ന് അനാവശ്യമായൊരു നീണ്ടുപോക്ക്. 17 തുടങ്ങി 21 തീർക്കേണ്ടത് മോഡൽ എക്സാം നീട്ടി 24 തീയതി വരെ ആക്കി. പബ്ലിക് എക്സാമിന് പഠിക്കേണ്ട കുട്ടികളുടെ ഉള്ള ദിവസം അവിടെ കളഞ്ഞു എന്നാണ് ഒരു അധ്യാപന രീതിയിൽ എനിക്ക് തോന്നിയത്. എന്തായാലും മോഡൽ എക്സാമിന് എല്ലാം പഠിച്ചുകൊണ്ട് പോകണം. രഹസ്യമാണ്, എല്ലാം പഠിച്ചുകൊണ്ട് പോകും. നമ്മൾ ചിലർ ചെയ്യുന്ന കാര്യം ചിലരൊന്നും പഠിച്ചുകൊണ്ട് പോകത്തില്ല. ചിലർ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചുകൊണ്ട് പോകും. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഏറ്റവും സൂപ്പർ കാര്യം, അടിപൊളിയാണ്. എല്ലാ ചാപ്റ്ററും പഠിച്ചുകൊണ്ട് പോയി മോഡൽ എക്സാം എഴുതുന്ന പോലെ ഗംഭീരം വേറെ ഒന്നുമില്ല. പക്ഷേ അതൊരു 20%, 10% കുട്ടികൾക്ക് പറ്റത്തുള്ളതാണ് ഞാൻ വേറെ ചെയ്തത്. ബാക്കിയുള്ളവരെല്ലാം ഉഴപ്പി എഴുതുന്നവരാണ്, ചുമ്മാതെ പോയി എഴുതുന്നവരാണ്, ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി എഴുതുന്നവരാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളിപ്പോൾ ഫിസിക്സിൻ്റെ 14 ചാപ്റ്ററുണ്ട്. അതിനകത്തൊരു 5 or 6 ചാപ്റ്റർ പഠിക്കുന്ന നല്ല തീർത്ത് തറവായിട്ട് പഠിച്ചുകൊണ്ട് പോകുക. അതിൽ ഏറ്റവും ബെസ്റ്റ്. അതിലൊരു ഗുണം എന്താ പറയുക, 6 ചാപ്റ്റർ ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ 6 ചാപ്റ്ററിലെ ചോദ്യങ്ങൾ എഴുതാൻ പറ്റത്തുള്ളായിരിക്കാം. പക്ഷേ പബ്ലിക് എക്സാം 6 ചാപ്റ്റർ പിന്നീട് നിങ്ങൾ രണ്ടാമത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ ക്ലിക്കാം. അന്നേരം നമ്മൾ എടുക്കേണ്ട ചാപ്റ്ററുകൾ ശ്രദ്ധിച്ചോണം. വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, ഇപ്പോൾ ഫിസിക്സിൻ്റെ ആദ്യത്തെ 4 ചാപ്റ്റർ, റേ ഓപ്റ്റിക്സ്, AC, ഇങ്ങനെയുള്ള ചാപ്റ്റർ 6 ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം അതിൽ നിന്ന് നല്ലപോലെ ചോദ്യങ്ങൾ ചോദിക്കും. ഇത് നല്ല ഗംഭീരമായിട്ട് അങ്ങ് പഠിച്ചോണം. അതിനകത്ത് ഒരു സംഭവം വിട്ടുപിടിക്കരുത്. ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ എല്ലാ സബ്ജക്ട്സും നിങ്ങൾ എല്ലാ ചാപ്റ്ററിലും ഉള്ള ചാപ്റ്ററുകൾ ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് മോഡലിനും തകർത്ത് എഴുതാം, പബ്ലിക് എക്സാമിന് സൂപ്പറായിട്ട് എഴുതാം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട്, ടെൻഷൻ ഇല്ലാതെ എഴുതാം. അത് നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. സ്റ്റഡി ടൈം ടേബിൾ വരുന്നുണ്ട് അടിപൊളിയായിട്ട്. വേണ്ടവർ അതിനും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.